ഹലോ വെൽക്കം ബാക്ക് ടു ആൻലിൻസ് ക്ലാസ്സസ്. നമ്മൾ ബയോളജി ഫസ്റ്റ് ചാപ്റ്റർ ആണല്ലോ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഹോർമോൺസിനെ പറ്റിയും എൻസൈംസിനെ പറ്റിയും പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി അതെല്ലാം സെറ്റായി കണ്ട് പഠിച്ചതിന് ശേഷം ഈ വീഡിയോ കാണണം ഫുള്ള്. നമ്മൾ ഈ ചാപ്റ്റർ ഒന്ന് തീർക്കൂട്ടാ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എൻസൈംസിനെ പറ്റിയും ഹോർമോൺസിനെ പറ്റിയും പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം ഒരു കാര്യം കൂടിയും പറഞ്ഞിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത് അല്ലേ? അതെ, നമ്മൾ ഇവിടം വരെ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് പറയാം അതൊന്ന് ജസ്റ്റ്. മെറ്റാബോളിസം എന്താണെന്ന് പറഞ്ഞില്ലേ നമ്മൾ? സെല്ലിനകത്ത് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നമ്മൾ മെറ്റാബോളിസം എന്ന് പറയും അല്ലേ? ഓക്കെ, മെറ്റാബോളിസത്തിന് ആവശ്യമായിട്ടുള്ള മോളിക്യൂൾസും എല്ലാം നമ്മുടെ സെല്ലിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിന് പുറമേ നമുക്ക് എന്ത് വേണം? നമ്മുടെ എൻവിയോൺമെൻറ്റിൽ നിന്നും എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ വേണം. നമ്മുടെ എക്സ്റ്റേണൽ പുറമേ നിന്നും എന്തൊക്കെയോ നമ്മുടെ ബോഡിക്ക് വേണം അല്ലേ? നമ്മൾ 2 എക്സാമ്പിൾസ് പറഞ്ഞായിരുന്നു. ഓക്സിജനും വേണം, ന്യൂട്രിയൻസും വേണം അല്ലേ? ന്യൂട്രിയൻസും നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ നമുക്ക് ബോഡിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് അത് നമ്മുടെ ബോഡിയിലോട്ട് വരുന്നത്? ബോഡിയിലേക്ക് അത് എത്തണ്ടേ? സെല്ലിൻ്റെ അകത്തോട്ട് എത്തണ്ടേ? അപ്പോൾ അതെങ്ങനെയാണ് എത്തുന്നത് എന്നാണ് അടുത്തത് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അത് നമ്മൾ യൂണിസെല്ലുലാർ ഓർഗാനിസങ്ങളിൽ എങ്ങനെയാണ് എത്തുന്നത്, അതേപോലെ ആനിമൽസിൽ എങ്ങനെയാണ്, പ്ലാന്റ്സിൽ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിക്കും. നമുക്കാദ്യം അമീബയുടെ കാര്യം പഠിക്കാം. അമീബ ഇൻ യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. അമീബ എന്നിവിടെ ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞതാണ്. ഒരുപാട് യൂണിസെല്ലുലാർ ഓർഗാനിസംസ് നമുക്ക് ചുറ്റുമുണ്ട് കേട്ടോ. അപ്പോൾ ഈ യൂണിസെല്ലുലാർ ഓർഗാനിസങ്ങളിലോട്ടൊക്കെ എങ്ങനെയാണ് ഈ പുറമേന്ന് സാധനങ്ങൾ വരുന്നത് നമുക്ക് നോക്കാം. The substances from the external environment enter the cytoplasm through the cell membrane. അപ്പോൾ എന്താണ് സൈറ്റോപ്ലാസം, എന്താണ് സെൽ മെംബ്രെയിൻ എന്ന് ആദ്യം അറിയണം. നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട് സംഭവം, എന്നാലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ. നോക്ക്, ഇതാണ് ഒരു സെല്ലെന്ന് വിചാരിക്കും. ഇപ്പം ഞാൻ വരച്ചിട്ടുള്ള സംഭവമില്ലേ, അതാണ് ആ സെല്ലിൻ്റെ സെൽ മെംബ്രെയിൻ. എന്താണ് സെൽ മെംബ്രെയിൻ? ഒരു മെംബ്രെയിൻ ഉണ്ട്. അതിനകത്ത് കാണുന്നതെല്ലാം എന്താണ്? ആ സെല്ലിൻ്റെ സൈറ്റോപ്ലാസം എന്ന് നമ്മൾ പറയും. ഇതിനകത്ത് കുറേ സംഭവങ്ങൾ ഇവിടെ കണ്ടില്ലേ ഫിഗറിൽ. അതിനെ മൊത്തത്തിൽ നമ്മൾ പറയും എന്ത്? അതിനകത്തെ സംഭവങ്ങളെ മൊത്തത്തിൽ നമ്മൾ എന്ത് പറയും? അതിൻ്റെ സൈറ്റോപ്ലാസം എന്ന് പറയും. ആ ചുറ്റുള്ള ബോർഡറിനെയാണ് എന്ത് പറയുന്നത്? സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. നിങ്ങൾ പറഞ്ഞേ, ഈ സെല്ലിനകത്തോട്ട് എന്തെങ്കിലും ഒരു വസ്തു കടക്കണമെങ്കിൽ ഏതിലൂടെ കടന്നു പോകണം? ഈ സെൽ മെംബ്രെയിനിലൂടെ കടന്നു പോകണ്ടേ? എവിടേക്ക്? സൈറ്റോപ്ലാസത്തിലോട്ട്. അപ്പോൾ സൈറ്റോപ്ലാസത്തിലോട്ട് കടക്കണമെങ്കിൽ ഏതിലൂടെ പോകണം? സെൽ മെംബ്രെയിൻ കടന്നിട്ട് വേണം പോവാൻ. അതാണ് നമ്മുടെ ഇവിടെ പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കിയേ ഇനി. ഇൻ യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. യൂണിസെല്ലുലാർ ഓർഗാനിസങ്ങളിൽ എന്താണ്? ഈ പറഞ്ഞ സബ്സ്റ്റൻസസ് എല്ലാം എവിടെ നിന്ന്? എക്സ്റ്റേണൽ എൻവിയോൺമെൻറ്റിൽ നിന്ന്. അപ്പോൾ സബ്സ്റ്റൻസസ് ഫ്രം ദി എക്സ്റ്റേണൽ എൻവിയോൺമെൻറ്റ് എൻറ്റർ ദി സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിലോട്ട് കടക്കും. എങ്ങനെ? ത്രൂ ദി സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിനിലൂടെ. അത്രയും നമ്മൾ ഈ ഒരു ബോക്സിൽ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ അമീബേനെ പറ്റിയും യൂണിസെല്ലുലാർ ഓർഗാനിസങ്ങളെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് പഠിക്കാം? ഇനി നമുക്ക് ആനിമൽസിൽ എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് ആനിമൽസിൽ എങ്ങനെയാണ് ഇതേപോലെ എക്സ്റ്റേണൽ എൻവിയോൺമെൻറ്റിൽ നിന്ന് സാധനങ്ങൾ നമ്മുടെ ബോഡിയിലോട്ട് എത്തുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ? ഓക്കെ, സബ്സ്റ്റൻസസ് റിസീവ്ഡ് ഫ്രം ദി എക്സ്റ്റേണൽ എൻവിയോൺമെൻറ്റ് അണ്ടർഗോ certain changes and reach the extracellular fluid. From there, it enters the cytoplasm through the cell membrane. അപ്പോൾ നമ്മൾ യൂണിസെല്ലുലാർ ഓർഗാനിസങ്ങളിൽ പഠിച്ച പോലെയല്ല ആനിമൽസിൻ്റെ കാര്യം പറയുമ്പോൾ അല്ലേ? എങ്ങനെയാണ്? യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൽ ഒരൊറ്റ സെല്ലേ ഉള്ളൂ. ആനിമൽസിൽ അങ്ങനെയാണോ? ഒരു സെല്ലേ ഉള്ളൂ? അല്ല അല്ലേ? ഒരുപാട് സെല്ലുകൾ ഇങ്ങനെ അടക്കി വെച്ച പോലെയാണ് നമ്മുടെ ആനിമൽസിൻ്റെ ബോഡി അല്ലേ? അതറിയില്ലേ നിങ്ങൾക്ക്? അപ്പം ഈ സെല്ലുകളുടെ ഇടയിലൊക്കെ എന്തുണ്ടെന്നറിയോ? ഇതിൻ്റെ ഇടയിലൊക്കെ എന്തെങ്കിലും ഒരു ഫ്ലൂയിഡ് ഉണ്ടാവും. ഞാൻ വേറെ കളർ കൊണ്ട് വരയ്ക്കാവേ. ഓക്കെ, ഇതിൻ്റെ ഇടയിലൊക്കെ എന്തുണ്ടാവും? എന്തെങ്കിലും ഒരു ഫ്ലൂയിഡ് പോലെ എന്തെങ്കിലും സംഭവം ഉണ്ടാവില്ലേ? ഓക്കെ, ഉണ്ട്. അപ്പം ഇതിൻ്റെ ഉള്ളിലോട്ട്, ഈ ഫ്ലൂയിഡിലോട്ടാണ് ആദ്യം എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടെങ്കിൽ കടന്നു ചെല്ലുക. എന്നിട്ട് മാത്രമേ ആ സെല്ലിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ന്യൂട്രിയൻസ് ആണെന്ന് വിചാരിക്കുക. നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിച്ചു. ആ ഫുഡിലുള്ള ന്യൂട്രിയൻസ് ആദ്യം എങ്ങോട്ടാണ് എത്തുക?
ഈ സെല്ലിനിടയിൽ കാണപ്പെടുന്ന എന്തെങ്കിലും ഒരു ഫ്ലൂയിഡ് പോലെയുള്ള വസ്തുവിലോട്ട് ഇതെത്തും. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സെല്ലുണ്ട്. സെല്ലെങ്ങനെയുണ്ടാവുക ഒരു സെൽ മെംബ്രെയിൻ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിലുള്ള സൈറ്റോപ്ലാസ്റ്റിലോട്ട് നേരത്തെ നമ്മൾ യൂണിസെല്ലുലാറിൻ്റെ പറഞ്ഞ പോലെ കടന്നു ചെല്ലും. പക്ഷെ ഒരൊറ്റ പ്രത്യേകതയുള്ളൂ, ഈ സെല്ലിന് ചുറ്റും എന്തുണ്ട്? ഈ സെല്ലിന് പുറമേ ഒരുപാട് ഫ്ലൂയിഡ്, കുറച്ച് വെള്ളം പോലെ ഉള്ള ഒരു സംഭവമുണ്ട്. അതിലോട്ടാണ് ആദ്യം എത്തുക. എന്നിട്ട് എന്ത് വഴി പോകണം? അവിടെ നിന്ന് ഈ സെൽ മെംബ്രെയിൻ കടന്ന് സൈറ്റോപ്ലാസ്റ്റിലോട്ട് എത്തണം. സിമ്പിൾ. അപ്പോൾ ഒരൊറ്റ കാര്യം മനസ്സിലാക്കുക, നമ്മുടെ യൂണിസെല്ലുലാർ ഓർഗാനിസങ്ങളുടെ പോലെ ഒരൊറ്റ സെല്ലല്ല. ഇവിടെ ഫിഗർ അവർ കാണിച്ചിട്ടുണ്ട്, ഒരുപാട് സെല്ലുകളുണ്ട്. ആ സെല്ലുകളുടെ ഇടയിലെല്ലാം എന്തുണ്ട്? എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ഉണ്ട്. എന്തുണ്ട്? എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. സെല്ലിൻ്റെ പുറമേ കാണുന്ന ഫ്ലൂയിഡിനെ പറയുന്ന പേരാണ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. അപ്പോൾ ആ ഫ്ലൂയിഡിലൂടെ കടന്ന് വേണം ഈ പറഞ്ഞ സെൽ മെംബ്രെയിനിലോട്ട് എത്താൻ. ഈ സെൽ മെംബ്രെയിനിലൂടെ കടന്ന് വേണം സെല്ലിനകത്തോട്ട് എത്താൻ. സെല്ലിനകത്ത് നമ്മൾ എന്താ പറയുക? സൈറ്റോപ്ലാസ്റ്റിലോട്ട് എത്താൻ. ക്ലിയർ അല്ലേ? അത്രയേ ഉള്ളൂ അത് മൊത്തം. ഒന്നുകൂടെ വായിച്ച് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ക്ലിയർ? ഇനി നമ്മൾ പ്ലാന്റ്സിനെ പറ്റിയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ അമീബയിലും ആനിമൽസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, എങ്ങനെയാണ് പുറമേ നിന്ന് സബ്സ്റ്റൻസ് ഇവരുടെ ബോഡിയിലേക്ക് കയറുക എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു അല്ലേ? നമ്മൾ അമീബയിലും ആനിമൽസിലൊക്കെ പഠിച്ച പോലെ സെൽ മെംബ്രെയിൻ മാത്രമല്ല നമ്മുടെ പ്ലാന്റ്സിനുള്ളത് കേട്ടോ. എന്തും കൂടി ഉണ്ട്, നമ്മൾ കഴിഞ്ഞ പോലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണുള്ളത്? ഒരു സെൽ വോളും കൂടി ഇതിന് ചുറ്റുമുണ്ട് അല്ലേ? അപ്പോൾ ഇതിന് പ്രത്യേകത എന്താ? സെൽ വോളും കടന്ന് വേണം എന്താണ് പ്ലാന്റ്സിൻ്റെ ബോഡിയിലോട്ട് ഈ പറഞ്ഞ സംഭവങ്ങൾക്ക് അകത്ത് കയറാനായിട്ട് പറ്റുള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് 3 മെത്തേഡ്സ് ഉണ്ട് പ്ലാന്റ്സിൻ്റെ ബോഡിയിലേക്ക് ഈ പറഞ്ഞ എക്സ്റ്റേണൽ സബ്സ്റ്റൻസിന് അകത്ത് കയറാനായിട്ട്. ഒന്നാമത്തെ മെത്തേഡ് പഠിക്കാം നമുക്ക്. ത്രൂ ദി സെൽ വോൾ ആൻഡ് ത്രൂ എക്സ്ട്രാ സെല്ലുലാർ സ്പേസസ്. എന്താണ്? ആദ്യം ഈ പറഞ്ഞ സെൽ വോള് കടന്ന് പോകണം. എന്താണ്? സെൽ വോള് കടന്ന് പോകണം. എന്നിട്ട് ഈ സെല്ലിൻ്റെ ഇടയിൽ ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്. ആ വഴിയൊക്കെ നമുക്ക് പോവാം. ഈ നീല മാർക്ക് ചെയ്തേക്കണ കണ്ടോ നിങ്ങൾ? ഈ ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ നീല കളർ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് എന്താണ്? ആദ്യം സെൽ വോള് കടന്നു പോയി. സെൽ വോള് കടന്നു പോയി. അതിനുശേഷം സെല്ലിനിടയിൽ കൂടെ ഇങ്ങനെ പോവാം. അതാണ് ഒന്നാമത്തെ വഴി. അങ്ങനെ പ്ലാന്റിൻ്റെ ബോഡിയിലോട്ട് കടക്കാൻ പറ്റും. ഇനി ഞാൻ ഒരു ഫിഗർ ഇവിടെ വരയ്ക്കാവേ, നിങ്ങൾ തന്നെ പറയും. ഞാൻ പ്ലാന്റ്സിൻ്റെ കുറേ സെല്ലുകൾ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. ഇതൊക്കെ പ്ലാന്റ്സിൻ്റെ സെല്ലാണ്. ഇതിന് ചുറ്റും അവരുടെ ഇത് സെൽ വോളാണെന്ന് വിചാരിക്കുക. സെൽ വോൾ ഇച്ചിരി കട്ടിയിലുണ്ടാവുക. ഓക്കെ, ഇത് പ്ലാന്റ്സിൻ്റെ സെൽ വോളാണ്. ഈ സെൽ വോള് കടന്ന് ഈ പ്ലാന്റ്സിൻ്റെ അകത്തോട്ട് എത്തണമെങ്കിൽ ഏതിൽ കൂടെ പോകണം? സെൽ വോള് കടക്കണം. ഓക്കെ, സെൽ വോള് കടന്ന് പിന്നെ എങ്ങനെയാണ് പോവുക? നിങ്ങളൊരു വഴി പറഞ്ഞെന്നേ. നമുക്ക് വേണേത് ഈ സെല്ലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോവാം അല്ലേ? അതിനെയാണ് ഒന്നാമത്തെ മെത്തേഡിൽ പറയുന്നത്. അന്ന് ആ സെൻറ്റൻസ് ഒന്ന് വായിച്ച് നോക്കിയേ, ഇനി പെട്ടെന്ന് മനസ്സിലാവും. ആ സെൻറ്റൻസിൽ പറയാണ് ത്രൂ ദി സെൽ വോൾ, സെൽ വോൾ വഴി, ആൻഡ് ത്രൂ എക്സ്ട്രാ സെല്ലുലാർ സ്പേസസ്. എക്സ്ട്രാ സെല്ലുലാർ സ്പേസസ് എന്ന് വെച്ചാൽ സെല്ലിന് പുറമേയുള്ള സ്ഥലങ്ങൾ, എക്സ്ട്രാ സെല്ലുലാർ സ്പേസസ്. ക്ലിയർ അല്ലേ? ആ വഴി നമുക്ക് കയറാമെന്ന്. നമുക്കല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ലേ? എന്തെങ്കിലും വസ്തുക്കൾക്ക്, ഓക്സിജനോ അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പോൾ ഏതാ വഴി? ത്രൂ ദി സെൽ വോൾ ആൻഡ് ത്രൂ എക്സ്ട്രാ സെല്ലുലാർ സ്പേസസ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഒന്നാമത്തെ സെൻറ്റൻസ് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞുതരാം. രണ്ടാമത്തെ മെത്തേഡ്. ഇപ്പം ഞാൻ താഴെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ടല്ലേ, അത് തീവണ്ടി ഒന്നല്ല. ഞാൻ വരച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു പ്ലാന്റിൻ്റെ ബോഡിയിൽ ഞാൻ പറയാൻ പോകുന്ന ഈ 3 മെത്തേഡുകൾ ഉണ്ടാവും. നമ്മൾ ഒരു മെത്തേഡ് പഠിച്ചില്ലേ? അതും ഉണ്ടാവും. ഇപ്പം ഞാൻ പറയാൻ പോകുന്നുണ്ടാവും. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന മെത്തേഡ് വഴിയും പുറമേ നിന്ന് സാധനങ്ങൾ അകത്തേക്ക് കയറും. രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ പ്ലാന്റിൽ ഒരു കൂട്ടം സെല്ലുകളിൽ നമുക്ക് ഇതേപോലെ, ഇപ്പം ഞാൻ ചുവപ്പ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ഓരോ സെല്ലുകളിലും ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു ഗ്യാപ്പുകളാണ്. എന്താണ്? ഗ്യാപ്പ്. അപ്പോൾ ഈ ഗ്യാപ്പിലൂടെ ഈ സംഭവങ്ങൾക്ക് പൊക്കൂടെ? അടുത്ത സെല്ലിലോട്ട്, ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലോട്ട് പോകണമെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന്. അപ്പോൾ സുഖമായിട്ട് എന്ത് ചെയ്യാം? അതിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന സെല്ലിലോട്ട് പോകാൻ പറ്റും. സിമ്പിൾ.
അപ്പോൾ ആ ഒരു ഗ്യാപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് പ്ലാസ്മോഡെസ്മേറ്റ. എന്താണ്? പ്ലാസ്മോഡെസ്മേറ്റ. അപ്പം ത്രൂ സൈറ്റോപ്ലാസ്മിക് കണക്ഷൻസ്, അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് സൈറ്റോപ്ലാസ്മിക് കണക്ഷൻ. എന്താ പേര് പറയാ? സൈറ്റോപ്ലാസ്മിക് കണക്ഷൻ ആണല്ലേ ഇത്. അതിന് നമ്മൾ പ്ലാസ്മോഡെസ്മേറ്റ എന്ന് നമ്മൾ വിളിക്കും. അതെന്താ ചെയ്യുന്നത്? അടുത്തടുത്ത് കിടക്കുന്ന അഡ്ജസൻറ്റ് സെൽസ് എന്ന് വെച്ചാൽ അടുത്തടുത്ത് കിടക്കുന്ന സെല്ലുകൾ, അപ്പോൾ അവർ തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ഒരു കണക്ഷനാണ് എന്ത്? നമ്മുടെ പ്ലാസ്മോഡെസ്മേറ്റ. അതുവഴിയും ഈ പറഞ്ഞ സബ്സ്റ്റൻസുകൾക്ക് അകത്ത് കയറാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇപ്പം നമ്മൾ 2 പോയിന്റ് പഠിച്ചു കേട്ടാ ഇല്ലേ? ഓക്കെ, ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ചോദിക്കും കേട്ടോ, അപ്പോൾ നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. നമുക്കിനി 3ാമത്തെ പോയിന്റ് പഠിക്കാം. 3ാമത്തെ പോയിന്റിൽ പറയുന്നത് നിങ്ങൾക്കറിയാം, ഈ ഫിഗർ നോക്കിക്കേ നിങ്ങൾ. പ്ലാന്റ്സിൽ അറ്റത്താണല്ലേ നമുക്ക് സെൽ വോൾ കാണാൻ പറ്റുക. ഇതിനകത്തൊക്കെ എന്താണ്? ഒരുപാട് സെൽസ് ആണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അടുത്തടുത്ത് കിടക്കുന്ന സെൽസിലോട്ട് നമുക്ക് നേരിട്ട് പോയിക്കൂടെ? ഇവിടെ നിന്നൊക്കെ കടന്നു വന്ന ഒരാൾക്ക്, സെൽ വോളൊക്കെ കടന്നു വന്ന ഒരു സബ്സ്റ്റൻസിന് നേരിട്ട് ഒരു സെല്ലിൽ നിന്ന് വേറെ സെല്ലിലോട്ട് പോയിക്കൂടെ? പോവാം. അപ്പോൾ എങ്ങനെയാണ്? നമ്മൾ ആനിമൽസിലൊക്കെ പഠിച്ചത് എങ്ങനെയാണ്? ഒരു സെല്ലിൽ നിന്ന് വേറെ സെല്ലിലോട്ട് എങ്ങനെയാണ് പോവുക? അതിൻ്റെ സെൽ മെംബ്രെയിൻ വഴി കടന്നു പോകണം. അവിടെ സെൽ വോൾ ഉണ്ടോ? ഇല്ലല്ലോ, കാരണം സെൽ വോൾ പുറമേ അല്ലേ, ഞങ്ങളോട് ഞാൻ പറഞ്ഞതാണല്ലോ ആദ്യം. യെസ്, ഇവിടെ നമുക്ക് സെൽ വോളൊന്നുമില്ല. ഇവിടെ എന്താണ്? സെൽ മെംബ്രെയിൻ ഉണ്ട്, കാരണം ഒരു സെല്ലിന് സെൽ മെംബ്രെയിൻ ഉണ്ടാവും. അപ്പോൾ ആ സെൽ മെംബ്രെയിൻ വഴി കടന്നു പോവും. അപ്പോൾ ഒരു സെല്ലിൽ നിന്ന് വേറെ സെല്ലിലോട്ട് ഡയറക്റ്റായിട്ട് പോവാം. എങ്ങനെ? അപ്പുറത്തെ സെല്ലിൻ്റെ സെൽ മെംബ്രെയിനിലൂടെ. സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ 3 മെത്തേഡ് നമ്മൾ പഠിച്ചു. 3 മെത്തേഡ് നമ്മൾ പഠിച്ചു അല്ലേ? ഏതൊക്കെ മെത്തേഡാണ് പഠിച്ചതെന്നോട് പറഞ്ഞേ. ത്രൂ ദി സെൽ വോൾ, സെൽ വോൾ കടന്നു, സെല്ലുകളുടെ ഇടയിലുള്ള വഴി കൂടെ നമ്മൾ പോയി. അപ്പോൾ ത്രൂ സെൽ വോൾ ആൻഡ് ത്രൂ ദി എക്സ്ട്രാ സെല്ലുലാർ സ്പേസസ്. 1ാമത്തെ പോയിന്റ് പഠിച്ചു. 2ാമത്തെ പോയിന്റ് എന്താണ്? സൈറ്റോപ്ലാസ്മിക് കണക്ഷൻസ് അല്ലേ? സൈറ്റോപ്ലാസ്മിക് കണക്ഷൻസിന് ഒരു പേര് പറഞ്ഞായിരുന്നു. എന്താണ്? എന്താ പേര്? പ്ലാസ്മോഡെസ്മേറ്റ. പ്ലാസ്മോഡെസ്മേറ്റ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 സെല്ലുകൾക്കിടയിൽ, അടുത്തടുത്ത് കിടക്കുന്ന സെല്ലുകൾക്കിടയിൽ അവർ ആ സെല്ലുകളെ കണക്റ്റ് ചെയ്യുന്ന കണക്ഷനാണ് നമ്മുടെ പ്ലാസ്മോഡെസ്മേറ്റ. അതുവഴിയും പോവാം. ഇനി കണക്ഷനൊന്നും ഇല്ലാത്ത സെൽ മെംബ്രെയിൻ അല്ല, സെല്ലുകളുടെ ഇടയിലൂടെ എങ്ങനെയാണ് പോവുക? അപ്പുറത്തെ സെല്ലിൻ്റെ സെൽ മെംബ്രെയിനിലൂടെ പോവും. പ്ലാസ്മോഡെസ്മേറ്റ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പുറത്തെ സെല്ലിൻ്റെ സെൽ മെംബ്രെയിനിലൂടെ പോവും. സിമ്പിൾ. അതാണ് നമ്മുടെ 3ാമത്തെ പോയിന്റ്. അപ്പോൾ 3 പോയിന്റ്സും പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. പഠിച്ചില്ലേ? ഇല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് പറയാട്ടോ, അപ്പോൾ നിങ്ങൾക്ക് സെറ്റാവേ. അപ്പോൾ നമ്മൾ ഈ പേജ് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹോമിയോസ്റ്റാസിസിനെ പറ്റിയിട്ടാണ്. നിങ്ങൾ സ്കൂളിൽ കേട്ടിട്ടുണ്ടാവും അല്ലേ? ചാപ്റ്റർ എടുത്തുവോ സ്കൂളിൽ? ഓക്കെ, ഇവിടെ ഒരു കൊച്ചിരിക്കുന്നുണ്ട്, കാണുന്നില്ലേ? ആ കൊച്ച് എന്താ പറയുന്നത്? ഈസ് ദ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ലൈക്ക് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്? നമ്മുടെ പുറമേ കാണുന്ന എൻവയോൺമെൻറ്റ് പോലെ നമ്മുടെ ബോഡിയുടെ അകത്തുണ്ടോ ഇതേപോലെ എന്ന് ഒരു കൊച്ച് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നേ? ഉണ്ടോ? നമുക്ക് നോക്കാം. ഈ ബോക്സിൽ നമുക്ക് അതാണ് പഠിക്കാനുള്ളത് കേട്ടോ. ഇൻ ആനിമൽസ് ദ ഫ്ലൂയിഡ് ഫൗണ്ട് ഇൻ ദ സ്പേസ് ബിറ്റ്വീൻ ദ സെൽസ് സെർവ്സ് ആസ് ദി ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ സെല്ലുകൾക്കിടയിൽ എന്ത് കാണാൻ പറ്റുന്നുണ്ട്? കുറേ ഫ്ലൂയിഡ് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അതിനെന്താ പറയാന്നറിയോ? എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. നമ്മൾ സെല്ലുകൾക്ക് പുറമേ ആണെങ്കിൽ എന്താ പറയുക? എക്സ്ട്രാ സെല്ലുലാർ എന്ന് പറയുക. നമ്മൾ നേരത്തെ എക്സ്ട്രാ സെല്ലുലാർ സ്പേസസ് പഠിച്ചില്ലേ? അതേപോലെ തന്നെ സെല്ലുകൾക്ക് പുറമേ എന്തുണ്ട്? ഇപ്പോൾ നോക്കിയേ, ഇതൊരു സെല്ല്, ഇതൊരു സെല്ല്, ഇതൊരു സെല്ല്. ഈ സെല്ലുകൾക്കിടയിലൊക്കെ എന്തെങ്കിലും ഒരു ഫ്ലൂയിഡ് കാണാം. ഇതിനെയാണ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. വെള്ളം പോലെ എന്തൊരു വസ്തു. ഓക്കെ, ആ ഫ്ലൂയിഡിനെ എന്ത് പറയുന്നത്? എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. അപ്പം ആനിമൽസിൽ എന്തുണ്ട്? ഇൻ ആനിമൽസ്, എൻ്റെ കൂടെ പഠിച്ച് നോക്ക് കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും പെട്ടെന്ന്. ഇൻ ആനിമൽസ് ദ ഫ്ലൂയിഡ് ഫൗണ്ട് ഇൻ ദ സ്പേസ് ബിറ്റ്വീൻ ദ സെൽസ്. സെല്ലുകൾക്ക് ഇടയിലുള്ള, ബിറ്റ്വീൻ എന്ന് വെച്ചാൽ ഇടയിലുള്ള സ്പേസിൽ എന്തുണ്ട്? ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിൻ്റെ പേരെന്താണ്? എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. ഓക്കെ,
അതാണ് നമ്മുടെ ബോഡിയിൽ ഇൻറ്റേർണൽ എൻവയോൺമെൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. യെസ്, അപ്പോൾ എന്താണ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എന്നൊക്കെ മനസ്സിലായില്ലേ? ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ആനിമൽസിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ പ്ലാന്റ്സിൻ്റെ കാര്യം പഠിക്കണ്ടേ? യെസ്, പ്ലാന്റ്സിലുണ്ട് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്. അപ്പോൾ എന്താണ് പ്ലാന്റ്സിലുള്ള ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് നോക്കാം നമുക്ക്. പ്ലാന്റ്സിൻ്റെ സെൽ വാളിൻ്റെ കമ്പോണൻസും എന്ന് പറയുമ്പം നിങ്ങൾ വലിയ ക്ലാസ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ പഠിക്കും സെൽ വാൾ മാത്രമല്ല പ്ലാന്റ്സിൻ്റെ ബോഡിയുള്ളത്, ഇനിയും അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന കുറേ സംഭവങ്ങൾ നമുക്ക് ഇനിയും പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ തൽക്കാലം സെൽ വാൾ ആൻഡ് ദെയർ കമ്പോണൻസ് എന്ന് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അതുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവർക്കും ഉണ്ട് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. പിന്നെ സെല്ലുകൾക്കിടയിൽ അവർക്ക് എയർ സാക്കുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എന്താണ് അവരുടെ ബോഡിയിലുള്ള പ്ലാന്റ്സിൻ്റെ ബോഡിയിലുള്ള ഇൻറ്റേർണൽ എൻവയോൺമെൻ്റ് ആണ്. നിങ്ങളിത് പഠിക്കണം കേട്ടോ. എന്താണ് ആനിമൽസിൽ എന്താണെന്ന് പറഞ്ഞു ഞാൻ? ആനിമൽസിൽ കാണുന്നത് സെല്ലുകൾക്കിടയിലുള്ള ഫ്ലൂയിഡാണ്. ഫ്ലൂയിഡിൻ്റെ പേരെന്താണ്? എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. പ്ലാന്റ്സിൻ്റെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ഏതാണ്? സെൽ വാളും അതിൻ്റെ കമ്പോണൻറ്റുകളും. കമ്പോണൻസ് പറയുമ്പോൾ അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് അവിടെയുണ്ട്. എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ സെല്ലുകൾക്ക് പുറമേ കാണുന്ന ഫ്ലൂയിഡുകൾ. ദെൻ സെല്ലുകൾക്കിടയിൽ നമുക്ക് എയർ സാക്കുകളുണ്ട്. പ്ലാന്റ്സിന് എയർ സാക്കുകൾ കാണാൻ പറ്റും. അതും എന്താണ്? പ്ലാന്റ്സിൻ്റെ ഇൻറ്റേർണൽ എൻവയോൺമെൻ്റ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ, ഈ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് നിലനിർത്തിയാൽ മാത്രമേ നമ്മുടെ ബോഡി ശരിയായി പ്രവർത്തിക്കൂ. അത് ശരിയാവാതെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മരിച്ചു പോവും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ നമ്മുടെ ബോഡിയിലെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് നിലനിർത്തുക നമ്മളിങ്ങനെ പറയുന്നറിയാം, കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. എന്താ പറയുക? കോൺസ്റ്റൻ്റ് ആയി നിർത്തിയാൽ മാത്രമേ നമ്മുടെ ബോഡി ശരിയായി പ്രവർത്തിക്കുള്ളൂ, നമ്മൾ ശരിക്കും ജീവിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചത്തുപോട്ടാം. ഓക്കെ, അപ്പോൾ കീപ്പിംഗ് ദി കോമ്പോസിഷൻ ഓഫ് ദി ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് കോൾഡ് ഹോമിയോസ്റ്റാസിസ്. അപ്പോൾ എന്താണ് ഹോമിയോസ്റ്റാസിസ് എന്ന് വെച്ചാൽ നമ്മുടെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിനെ ശരിയായി നിലനിർത്തി അതിൻ്റെ എന്താ പറയുക കോമ്പോസിഷൻ എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ അളവൊക്കെ കൃത്യമായി നിലനിർത്തി സൂക്ഷിക്കുന്ന ആ പ്രവൃത്തിനെ അല്ലെങ്കിൽ ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഹോമിയോസ്റ്റാസിസ്. ക്ലിയർ? ഓക്കെ, നമ്മുടെ മെറ്റാബോളിസം എന്ന് ഞാൻ പറഞ്ഞില്ലേ, എന്താണ് മെറ്റാബോളിസം? നമ്മുടെ ബോഡിയിൽ നടക്കുന്ന എല്ലാ പ്രവൃത്തികളും അല്ലേ? നമ്മുടെ ബോഡിയിൽ നടക്കുന്ന സകല പ്രവൃത്തികളുടെയും സ്മൂത്ത് ഫങ്ഷനിങ് അത് ശരിയായി പ്രവർത്തിക്കണമെങ്കിൽ എന്താവശ്യമാണ്? ഹോമിയോസ്റ്റാസിസ് നിലനിർത്തുക എന്നത് അത്യാവശ്യമാണ്. അപ്പോൾ എന്താണ് ഹോമിയോസ്റ്റാസിസ്? ഹോമിയോസ്റ്റാസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിനെ കൃത്യമായി നിലനിർത്തുക, അതാണ് ഹോമിയോസ്റ്റാസിസ്. എന്താണ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്? എന്താണ് ആനിമൽസിൽ എന്താണ്? നമ്മുടെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. ക്ലിയർ? അപ്പം എന്താണ് ഹോമിയോസ്റ്റാസിസ്? മെറ്റാബോളിസം നിലനിർത്തണമെങ്കിൽ ഹോമിയോസ്റ്റാസിസ് വേണമെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഡിസ്റപ്ഷൻ ഓഫ് ദി കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ദി ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ക്യാൻ ബി ത്രെറ്റനിങ് ടു ലൈഫ്. അത് ഞാൻ പറഞ്ഞു. നമ്മുടെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ എന്ത് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്? നമ്മൾ മരിച്ചു പോകാനുള്ള ചാൻസ് വരെ ഉണ്ട്. ക്ലിയർ അല്ലേ? ഇപ്പം നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മൾ നമുക്കൊരു ചൂടുണ്ടല്ലേ ബോഡിയിൽ ഇല്ലേ? നമുക്ക് ബോഡി ടെമ്പറേച്ചർ ഉണ്ട് അല്ലേ? നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ബോഡി ടെമ്പറേച്ചർ ഉണ്ടാവും, നമ്മൾ തണുത്ത് പോവില്ലേ? യെസ്, അപ്പം എന്താണ്? അതൊക്കെ എന്താണ്? ഹോമിയോസ്റ്റാസിസ് ആണ്. നമ്മുടെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ഡിസ്റ്റർബ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്കും പ്രശ്നമാണെന്ന് മനസ്സിലാക്കുക. ക്ലിയർ? You have understood that simple molecules that are required for metabolism enter the cells through cell membrane from internal environment. അപ്പോൾ നമുക്ക് മനസ്സിലായത് നമ്മുടെ ബോഡിക്ക് മെറ്റാബോളിസം നടത്താൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സിമ്പിൾ മോളിക്യൂളുകൾ എങ്ങനെയാണ് നമ്മുടെ ബോഡിയിലോട്ട് എത്തുന്നത്? നമ്മുടെ സെല്ലിലോട്ട് കടക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിലോട്ട് ആദ്യം എത്തും, അവിടെ നിന്ന് സെൽ മെംബ്രെയിനിലോട്ട് എത്തും, അവിടെ നിന്ന് സെല്ലിൻ്റെ അകത്തോട്ട് കയറും അല്ലേ? ഇങ്ങനെയാണ് നമുക്ക് എത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. എന്താണ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്? സെല്ലിന് പുറമേ കാണപ്പെടുന്ന എന്താണ്? ഫ്ലൂയിഡാണ്. ഓക്കെ, നമുക്കറിയാം.
എനിവേ, ഇനി എങ്ങനെയാണ് ഈ സെൽ മെംബ്രെയിൻ വഴി ഈ പറഞ്ഞ മെറ്റീരിയലുകൾ, മോളിക്യൂളുകൾ അകത്ത് കയറുന്നത് നമുക്ക് പഠിക്കണ്ടേ? ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് ത്രൂ സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിനിലൂടെ എങ്ങനെയാണ് ഈ പറഞ്ഞ മോളിക്യൂളുകളെല്ലാം എക്സ്ചേഞ്ച് ചെയ്യുന്നത്? ഇത്രയും നമ്മൾ പറഞ്ഞ പോലെ സിമ്പിളായിട്ടാണോ നടക്കുന്നത് നമുക്ക് നോക്കണ്ടേ? അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പം നമുക്ക് സെൽ മെംബ്രെയിൻ്റെ സ്ട്രക്ചറൊക്കെ ഏറെക്കുറെ നമുക്ക് മനസ്സിലായല്ലേ? ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എങ്ങനെയാണെന്നും എന്താ പറയുക, സൈറ്റോപ്ലാസം എവിടെയാണെന്നും സെൽ മെംബ്രെയിൻ എവിടെയാണെന്നൊക്കെ മനസ്സിലായില്ലേ? ഈ ഫിഗർ ഒന്ന് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അത് കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും നമ്മുടെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എന്താണ്. ഈ സെല്ലുകളുടെ ഇടയിലുള്ള സ്ഥലമാണ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്. അവിടെ നമുക്ക് ഫ്ലൂയിഡുകളെ കാണാം. ഇതാണ് സെല്ലിനെ പുറമേ കാണുന്ന ഇതാണ് സെൽ മെംബ്രെയിൻ. ഓക്കെ, സൈറ്റോപ്ലാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെല്ലിനകത്ത് കാണുന്നതാണ് സൈറ്റോപ്ലാസം. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പം ഈ ഫിഗർ നമുക്ക് മനസ്സിലായി. ഇനി ഇവിടെ കാണിച്ചിരിക്കുന്നത് ആ സെൽ മെംബ്രെയിനെ ഡീറ്റെയിൽ ആയിട്ട് വലുതാക്കി വരച്ചിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ സെൽ മെംബ്രെയിൻ. ഓക്കെ, ഈ സെൽ മെംബ്രെയിൻ കടന്നിട്ടാണ് സെല്ലിനകത്തോട്ട് എത്തുക. ക്ലിയർ ആണോ? അപ്പോൾ ഈ സെൽ മെംബ്രെയിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഈ സെൽ മെംബ്രെയിനിന് ഒരു പേരും കൂടി ഉണ്ട്. എന്താണെന്നറിയോ? പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയും. എന്താണ് സെൽ മെംബ്രെയിൻ്റെ വേറെ പേര്? പ്ലാസ്മ മെംബ്രെയിൻ. ഓക്കെ, ഓൺലി സർട്ടൈൻ മോളിക്യൂൾസ് ക്യാൻ പാസ് ത്രൂ ദി പ്ലാസ്മ മെംബ്രെയിൻ. അങ്ങനെ എല്ലാ മോളിക്യൂൾസിനൊന്നും ഈ സെല്ലിനകത്തോട്ട് പോകാനായിട്ട് ആര് സമ്മതിക്കില്ല? നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ സമ്മതിക്കില്ല. അതിന് ആരുടെ അനുവാദം വേണം? പ്ലാസ്മ മെംബ്രെയിനിന് മനസ്സിലാവണം ഇത് അങ്ങോട്ട് കടക്കാൻ പറ്റുന്ന ആളാണ് എന്ന് ഈ പ്ലാസ്മ മെംബ്രെയിൻ തീരുമാനിക്കും. അപ്പോൾ ഈ സെല്ലിൻ്റെ സെക്യൂരിറ്റിയാണ് ആര്? പ്ലാസ്മ മെംബ്രെയിൻ ട്ടാ. അപ്പോൾ ഈ പ്ലാസ്മ മെംബ്രെയിനിൽ എല്ലാ മോളിക്യൂൾസിനൊന്നും പ്ലാസ്മ മെംബ്രെയിൻ പാസ് ചെയ്ത് വിടില്ല. ചില മോളിക്യൂൾസിന് മാത്രമേ പ്ലാസ്മ മെംബ്രെയിൻ പോകാനായിട്ട് അനുവദിക്കൂ. ഓക്കെ, വാട്ടർ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എക്സെട്ര ക്യാൻ ഈസിലി പാസ് ത്രൂ ഇറ്റ്. അപ്പം ഈ പ്ലാസ്മ മെംബ്രെയിനിൽ കൂടെ സുഖമായിട്ട് ആർക്കൊക്കെ പോവാം? വാട്ടറിന് പോവാം, ഓക്സിജന് പോവാം, കാർബൺ ഡൈ ഓക്സൈഡിന് പോവാം, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ certain substances and ions can only pass through special channels or pores present in the plasma membrane. ഈ വാട്ടറിനും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡിനും എല്ലാത്തിനും ഈ പറഞ്ഞ പ്ലാസ്മ മെംബ്രെയിൻ വഴി എപ്പോൾ വേണേൽ പോവാമെന്ന് ഞാൻ പറഞ്ഞു അല്ലേ? എങ്ങനെ വേണേൽ പോവാം. പക്ഷേ ചില അയോൺസിനും, അയോൺസ് എന്ന് വെച്ചാൽ എന്താണെന്നറിയാം? നിങ്ങൾ Na+, സോഡിയം എന്നൊക്കെ കേട്ടിട്ടില്ലേ? നിങ്ങൾ വയസ്സായ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും സോഡിയം കുറഞ്ഞു, പൊട്ടാസ്യം കുറഞ്ഞു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സോഡിയമൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് വേണം. അപ്പം അതിങ്ങനെ ഓടിച്ചെന്ന് ഈ പ്ലാസ്മ മെംബ്രെയിൻ വഴി നമ്മുടെ ബോഡിക്ക് കടക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പ്ലാസ്മ മെംബ്രെയിനിൽ ചില ഇതൊക്കെ പ്രോട്ടീൻസ് ആണേ. ഈ പ്രോട്ടീൻസ് വഴി നമുക്ക് പോവാം. അല്ലെങ്കിൽ കണ്ടില്ലേ, ദ്വാരങ്ങളുണ്ട്, ദ്വാരങ്ങൾ വഴി നമുക്ക് പോവാം. അതിനെ പോൾസ് എന്ന് പറയാം. ഓക്കെ, അതുണ്ട്. അല്ലെങ്കിൽ പ്രോട്ടീൻസ് ഉണ്ട്. ഇതുവഴിയൊക്കെയാണ് ഈ പ്ലാസ്മ മെംബ്രെയിൻ കടത്തി വിടുന്നത്. അല്ലാതെ നേരെ ഓടിച്ചെന്ന് പോകാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പം എന്താ നമ്മൾ പറഞ്ഞേ? ബട്ട് സർട്ടൈൻ സബ്സ്റ്റൻസസ് ആൻഡ് അയോൺസ്, ചില സംഭവങ്ങൾക്കും അതുപോലെ അയോണുകൾക്കും പ്രത്യേക ചാനലുകളുണ്ട്, പ്രത്യേക വഴികളുണ്ട്, അതുപോലെ പോൾസ് ഉണ്ട് പ്രസൻറ്റ് ഇൻ ദി പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിനിൽ അപ്പം നിങ്ങൾ നേരത്തെ കണ്ടില്ലേ ഫിഗറിൽ എന്തൊക്കെയോ ഇരിക്കുന്നുണ്ട് അല്ലേ? ഇതൊക്കെ ഈ പിങ്ക് കളറിൽ കാണിച്ചിരിക്കുന്നത് പ്രോട്ടീനാണ്. ഇത് അവിടെ കാണുന്ന ഒരു പോളാണ്. ക്ലിയർ? അതിൻ്റെ സൈഡിലായിട്ട് അവർ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വൈ പ്ലാസ്മ മെംബ്രെയിൻ ഈസ് നോൺ ആസ് സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ? എന്തുകൊണ്ടാണ് പ്ലാസ്മ മെംബ്രെയിനെ സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് വിളിക്കുന്നത്? അതിൻ്റെ ഉത്തരം നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ. എന്താണ് സെലക്റ്റീവ്ലി? അങ്ങനെ എല്ലാവരെയും ഒന്നും കടത്തി വിടില്ല. ഞാൻ പറഞ്ഞില്ലേ സെലക്ട് ചെയ്തിട്ടാണ് കടത്തി വിടുന്നതെന്നല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് അവരങ്ങനെ വിളിക്കുന്നത്? നമ്മളതിൻ്റെ ആൻസർ ഇവിടെ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എഴുതിയാൽ മാത്രം മതി. ഓക്കെ, ഇനി നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ നമ്മൾ 2 എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്യും. ഒന്നാമത്തത് ഒരു റിയോ ഇല എന്ന് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ സ്പിനാച്ചിൻ്റെ. ഞാൻ അവിടെ ഫിഗർ കാണിക്കാം. ഈ ചെടിയുടെ ഇല എടുക്കുക.
എന്നിട്ടൊരു എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്യും. അതുപോലെ തന്നെ വേറെയും ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്യും. ഇതെന്തിനാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെയാണ് പ്ലാസ്മ മെംബ്രെയിൻ വഴി വെള്ളം സെല്ലിനകത്തോട്ട് എത്തുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. ക്ലിയർ? ഓക്കെ. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത്, ആദ്യം ഞാൻ ഈ എക്സ്പെരിമെൻറ്റ് അല്ല പറയുന്നത്, ഞാൻ രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റ് ആദ്യം പറഞ്ഞിട്ട് ഞാനിത് പറഞ്ഞുതരാം. റെഡിയാണോ? ഓക്കെ. ഇനി നമ്മൾ 2 എക്സ്പെരിമെൻറ്റ് പഠിക്കാൻ പോവുകയാണ്. എത്ര എണ്ണം? 2 എണ്ണം. ഓക്കെ. ആദ്യം ഞാൻ ഈ എക്സ്പെരിമെൻറ്റ് അല്ല പറയുന്നത്, ആദ്യം ഞാനിതേ ഇത് പറയാൻ പോവാണ്. ഈ എക്സ്പെരിമെൻറ്റ് പറഞ്ഞതിന് ശേഷം നമുക്ക് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. ഓക്കെ. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞോട്ടെ, ഈ എക്സ്പെരിമെൻറ്റ് തുടങ്ങാൻ പോവാണേ. ഓക്കെ. അപ്പോൾ നമ്മൾ ആ എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ബീക്കർ എടുത്തിട്ടുണ്ട്. ഫിഗറിൽ കാണാമല്ലേ നിങ്ങൾക്ക്? ആ ബീക്കർ നമ്മൾ വെറുതെ എടുത്തിട്ട് അതിനെ ഇതേ നടുക്കിലിങ്ങനെ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. എന്ത് ചെയ്തു? സെപ്പറേറ്റ് ചെയ്തു കേട്ടോ. ഓക്കെ. സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ പോലെ അങ്ങനെ എല്ലാത്തിനൊന്നും കടത്തി വിടില്ല അല്ലേ? യെസ്. നമ്മുടെ മുട്ടയുടെ തൊണ്ടൊക്കെ സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ്. കുഞ്ഞു കുഞ്ഞു ദ്വാരങ്ങൾ നമ്മൾ കാണാത്തത് അതിലുമുണ്ട്. ഓക്കെ. എനിവേ, ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ് നിങ്ങൾക്ക് കാണാല്ലേ, ഈ പിങ്ക് ബബിൾസ് പോലെ കാണുന്നത് നിറച്ച് വെള്ളമാണ്. എന്താണ്? വെള്ളം, വാട്ടർ മോളിക്യൂൾസ് ആണ്. ഈ മഞ്ഞ കളറിൽ കാണുന്നത് ഉപ്പിൻ്റെ മോളിക്യൂൾസ് ആണ്. അപ്പോൾ നമ്മുടെ ബുക്കിലെ ഫിഗറിൽ എന്താണ്? 2 കളേഴ്സിലാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തേത് ഇപ്പുറത്തെ സൈഡ്, ഈ റൈറ്റ് സൈഡ് എന്ന് കൊടുത്തിരിക്കുന്ന ഭാഗത്ത് മൊത്തം വെള്ളം നിറച്ച് വെക്കുക. വെള്ളത്തിൽ എന്താ ഉള്ളത്? വെള്ളത്തിൻ്റെ മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ വാട്ടർ മോളിക്യൂൾസ് ആണ് ഈ പിങ്ക് കളറിൽ ഇവരിവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പുറത്ത് മഞ്ഞ കളറിൽ എന്തുണ്ട്? ഉപ്പിട്ടുണ്ട്. ഉപ്പല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവർ ഉപ്പ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് മഞ്ഞ കളറിലാണ് മാത്രം ഈ ചിത്രത്തിൽ. ഓക്കെ. അപ്പോൾ ഇവിടെ മഞ്ഞ കളറിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്? ഉപ്പിൻ്റെ മോളിക്യൂൾസ് ആണ്. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ മൊത്തം വെള്ളം, ഇവിടെ ഉപ്പ്. ഇവിടെ കാണുന്ന 3 പിങ്ക് കളറിലുള്ള വാട്ടർ മോളിക്യൂൾസ് എന്താണ്? അത് ഈ സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ കുറച്ച് കടന്നു പോയി. ഇങ്ങനെയായിരുന്നു എക്സ്പെരിമെൻറ്റിൻ്റെ തൊട്ട് മുൻപത്തെ അവസ്ഥ. ആ എക്സ്പെരിമെൻറ്റ് നമ്മൾ 1 മണിക്കൂർ നേരം ഇങ്ങനെ തന്നെ ആ ബീക്കർ നമ്മൾ എനക്കാണ്ട് വെച്ച് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചെന്നറിയോ? 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങനെയായിപ്പോയി. എന്താ സംഭവിച്ചേ? നിങ്ങൾ പറഞ്ഞേ. ഈ ഫിഗർ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നാണ് തോന്നുന്നത്? എ സൈഡ് ഉണ്ടായിരുന്ന വെള്ളത്തിൻ്റെ മോളിക്യൂൾസ് എല്ലാം ബി സൈഡിലോട്ട് പോയില്ലേ അല്ലേ? ഇപ്പോൾ അവിടെ വെള്ളം ഭയങ്കര കുറവല്ലേ? വാട്ടർ മോളിക്യൂൾസ് അവിടെ നല്ലോണം കുറഞ്ഞു അല്ലേ? അതൊക്കെ എങ്ങോട്ട് പോയി? ഈ ബി സൈഡിലോട്ട് പോയി. എ സൈഡിൽ നിന്ന് ബി സൈഡിലോട്ട് വാട്ടർ മോളിക്യൂൾസ് പോയി അല്ലേ? ഇതാണ് നമ്മൾ നമ്മുടെ എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടത്. ക്ലിയർ? അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് പോയതെന്നൊക്കെ പഠിക്കണ്ടേ നമുക്ക്? അപ്പോൾ എന്തുകൊണ്ടാണ് പോയതെന്നൊക്കെ പഠിക്കുന്നതിന് മുന്നേ ഇവിടെ ഒരു 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അവർ. അത് നമുക്കൊന്ന് ആൻസർ ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചേ. കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എക്സ്പെരിമെൻറ്റ് എങ്ങനെയായിരുന്നു? ഏതിലാണ് കൂടുതൽ? എയിലാണോ ബിയിലാണോ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞാൽ മതി. എ ആണോ ബി ആണോ എന്ന് പറഞ്ഞാൽ മതി. ഏതിലാണ്? അറ്റ് ദ ബിഗിനിങ് ഓഫ് എക്സ്പെരിമെൻറ്റ് തുടങ്ങുന്നതിന് മുൻപ് എയിലാണോ ബിയിലാണോ വാട്ടർ മോളിക്യൂൾസ് കൂടുതലുണ്ടായിരുന്നത്? ഏതിലാ? എയിൽ അല്ലേ? യെസ്, എയിലാണ് കൂടുതലുണ്ടായിരുന്നത് നമുക്കറിയാം. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞപ്പം ആഫ്റ്റർ 1 hour കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾസ് എന്ത് സംഭവിച്ചു? എന്താ സംഭവിച്ചത്? ഏതിലാ കൂടുതൽ? ബിയിലാണോ എയിലാണോ? ബിയിൽ. അപ്പോൾ ബിന്ന് ഇവിടെ എഴുതണം. അതാണ് ഇതിൻ്റെ ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ മോളിക്യൂൾസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ടർ മോളിക്യൂൾസ് എവിടെ നിന്ന് എങ്ങോട്ടാണ് പോയെന്ന് അതിൻ്റെ ഡയറക്ഷൻ പറയാൻ നിങ്ങൾ പറഞ്ഞേ. എയിൽ നിന്ന് ബിയിലോട്ടല്ലേ പോയേ? അപ്പോൾ എന്ത് എഴുതുക? അതിൻ്റെ ആൻസറായിട്ട് എ ടു ബി എന്ന് എഴുതണം. ക്ലിയർ? ഇങ്ങനെ എഴുതിയാൽ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറും ആയി. അപ്പോൾ നമ്മൾ ഈ ചെയ്ത എക്സ്പെരിമെൻറ്റിൽ നിന്ന് എന്താ മനസ്സിലായി നിങ്ങൾക്ക്? കുഞ്ഞിതായിട്ട് എന്തൊക്കെയോ മനസ്സിലായില്ലേ? മുഴുവനായിട്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടില്ല. നമുക്ക് ഇതും കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ. നമുക്ക് നേരത്തെ എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പം എന്തോ ചെറുതായിട്ട് മനസ്സിലായി. കുറേ വെള്ളമുള്ളിടത്തുനിന്ന് കുറവ് വെള്ളമുള്ള സ്ഥലത്തോട്ട്
ഈ വെള്ളം എന്ത് ചെയ്യുന്നുണ്ട്, ഒഴുകി പോകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായില്ലേ? യെസ്. അത് മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റ് ഞാൻ ചെയ്ത് നോക്കാൻ പോവാണേ. നമുക്ക് പറയാം, നമുക്ക് വായിക്കാം, പറയല്ല വായിക്കാം. ടേക്ക് എ തിൻ ഔട്ടർ ലെയർ ഓഫ് സ്പിനാഷ് ഓർ റിയോ ലീഫ്. അതിൻ്റെ ഫിഗർ ഞാനിവിടെ കാണിക്കാം. അതിൻ്റെ ഇലയിൽ നിന്ന് ഒരു കുഞ്ഞേ ഭാഗം നമ്മൾ എടുത്തു. 2 പീസാക്കി നമ്മളതിനെ കട്ട് ചെയ്തു. എന്നിട്ട് ഒരു പീസ് എടുത്ത് നല്ല ഫ്രഷ് വാട്ടറിലോട്ടും ഒരു പീസ് എടുത്ത് ഞാൻ ഉപ്പ് വെള്ളത്തിലോട്ട് ഇടുകയാണ്. ക്ലിയർ? നല്ല കോൺസെൻട്രേറ്റഡ് ഉപ്പ് വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഉപ്പിട്ട് കലക്കി നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ക്ലിയർ? ഓക്കെ. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ 2 ലീഫിനെയും എടുത്ത് സ്ലൈഡിലോട്ട് എടുത്ത് മൈക്രോസ്കോപ്പിലൂടെ നോക്കാൻ പോവുകയാണ്. നോക്കിയപ്പം ഒരെണ്ണത്തിന് ഞാൻ ഇങ്ങനെയാണ് കണ്ടത്, വേറൊരെണ്ണത്തിന് ഞാൻ ഇങ്ങനെയാണ് കണ്ടത്. അപ്പം എന്താ, രണ്ടും 2 രീതിയിൽ, 2 നല്ല വ്യത്യാസമുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് നമുക്ക് പഠിക്കണം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ പറഞ്ഞ ലീഫിലും ഇല്ലേ സെല്ലും പ്ലാസ്മ മെംബ്രെയിനൊക്കെ ഉണ്ടല്ലേ, സെൽ മെംബ്രെയിനൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഈ സെൽ മെംബ്രെയിൻ്റെ പ്രത്യേകത എന്താണ്, ഈ പ്ലാസ്മ മെംബ്രെയിൻ്റെ പ്രത്യേകത എന്താണ്? അത് സെലക്റ്റീവ്ലി പെർമിയബിൾ ആണ് അല്ലേ? അത് മനസ്സിലാക്കണം ആദ്യം. പിന്നെ വെള്ളം കൂടുതലുള്ളിടത്തു നിന്ന് കുറവുള്ളിടത്തേക്ക് പോവും. സപ്പോസ് ഞാൻ ആ ഇല ഉപ്പ് വെള്ളത്തിലിട്ടു. ഉപ്പ് വെള്ളത്തിൻ്റെ പ്രത്യേകത എന്താ? അതിൽ ഉപ്പാണോ കൂടുതൽ? ഉപ്പല്ലേ കൂടുതൽ? യെസ്. ഈ സൈറ്റോപ്ലാസം ഇല്ലേ നമ്മുടെ സെല്ലിനകത്ത് സൈറ്റോപ്ലാസം ഉണ്ട് അല്ലേ? അതിലെന്തുണ്ട്? ഒരുപാട് വെള്ളമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് വെള്ളമാണ്, പുറത്ത് മൊത്തം ഉപ്പാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ സെല്ലിനകത്ത് വെള്ളം മൊത്തം എന്ത് ചെയ്യും, പുറത്തോട്ട് പോവും. പുറത്തോട്ട് പോകുമ്പോൾ എന്താ ഉണ്ടാവുക, സെല്ലിങ്ങനെ ചുരുങ്ങി പോവില്ലേ, സെൽ മെംബ്രെയിൻ. യെസ്, ആ സെൽ മെംബ്രെയിൻ ഇങ്ങനെ ചുരുങ്ങി പോവും, വെള്ളമെല്ലാം പുറത്തേക്കും പോവും. അതാണ് ദേ ഈ ബി ഫിഗറിൽ നമ്മൾ കാണുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത്. ഇവിടെ എന്ത് സംഭവിച്ചേ, ഇവിടെ അതിട്ടപ്പം സെൽ മെംബ്രെയിനകത്ത് വെള്ളമുണ്ട്, പക്ഷെ അതിനേക്കാളും വെള്ളം പുറമേ ഉണ്ട്. സാധാരണ വെള്ളത്തിന് നമ്മളിട്ട ലീഫിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. അപ്പം സെല്ലിനകത്ത് നിറയെ വെള്ളമുണ്ട്, പക്ഷെ അതിൻ്റെ പുറമേ നല്ല വെള്ളമുണ്ട്. അപ്പം എന്താ സംഭവിക്കുക, പുറമേയല്ലേ കൂടുതൽ വെള്ളം, ആ പുറമേയുള്ള വെള്ളം ഈ സെല്ലിനകത്തോട്ട് കയറും. അതാണ് നമ്മൾ ഈ ഫിഗറിൽ കാണുന്നത്. അപ്പോൾ ആ സെല്ലിങ്ങനെ വീർത്തു. ക്ലിയർ? യെസ്. അപ്പം എന്താണ് ഇവിടെ ഇങ്ങനെ വെള്ളം കയറി ഇറങ്ങി? യെസ്, അതെങ്ങനെയാണ് സംഭവിച്ചത്, എന്താണ് അത് നമുക്ക് പഠിക്കണ്ടേ? അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് വെള്ളം വാട്ടർ മോളിക്യൂൾസ് കൂടുതലുള്ളിടത്തു നിന്ന് കുറവുള്ളിടത്തേക്ക് പോയത്? ആ ഒരു പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഓസ്മോസിസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കഴിഞ്ഞ കൊല്ലം നമ്മൾ പഠിച്ചതാണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് എക്സാമിന് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, എന്താണ് നമ്മുടെ ഓസ്മോസിസ്? ഓസ്മോസിസ് ഈസ് ദി മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് അല്ലേ? വാട്ടർ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻ്റ് ആണ്. അതെ, നമുക്കറിയാം. എവിടെ നിന്ന്? ഫ്രം ദി റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ. ഹയർ കോൺസെൻട്രേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കൂടുതലുള്ളിടത്ത് നിന്ന് എങ്ങോട്ട് പോവും, കുറവുള്ള സ്ഥലത്തേക്ക് പോവും. അതാണ് നമ്മൾ പറയുന്നത് ഹയർ കോൺസെൻട്രേഷൻ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലോട്ട് പോവും. ഏതിൽ കൂടെ പോവും? സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ. സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ അല്ലേ പോയത്? യെസ്. അങ്ങനെ സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലോട്ട് വെള്ളത്തിൻ്റെ മോളിക്യൂൾസ് പോകുന്ന ആ പ്രക്രിയയെ പറയുന്ന പേരാണ് ഓസ്മോസിസ്. ക്ലിയർ ആണോ? ഇത് നല്ല സിമ്പിളാണ് പഠിക്കാൻ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റും ആണ്. എക്സാമിന് ഇത് വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് തരും, എന്നിട്ട് നിങ്ങളോട് ചോദിക്കും എവിടെ നിന്ന് എവിടേക്കാണ് വെള്ളം പോവുക. അപ്പം നിങ്ങൾക്ക് A to B എന്ന് എഴുതാനായിട്ട് പറ്റണം, അല്ലാണ്ട് B to A എന്ന് എഴുതിയാൽ നമ്മുടെ ആൻസർ തെറ്റും. അപ്പോൾ നമുക്ക് ഈ എക്സ്പെരിമെൻറ്റ് പഠിക്കണ്ടേ? യെസ്. അപ്പോൾ അത് പഠിക്കുക, ഓസ്മോസിസ് എന്താണെന്ന് പഠിക്കുക. ഇന്ന് ഞാൻ ഇവിടം വരെയാണ് എടുക്കുന്നത്, ഓസ്മോസിസ് വരെ. നിങ്ങൾ ഈ ഓസ്മോസിസ് വരെ പഠിച്ച് സെറ്റായി വരുമ്പോഴത്തേനും ഞാൻ അടുത്ത വീഡിയോ ഇടണമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, ഇനി മുതൽ ഞാനിങ്ങനെ സ്കിപ്പ് ചെയ്യില്ല, ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്. ഞാൻ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. ഇച്ചിരി സ്റ്റോറേജ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എനിവേ, നിങ്ങളിത് പഠിക്കുമ്പോഴത്തേനും അടുത്ത വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഐ വിൽ ട്രൈ. ഓക്കെ, അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം.
യെസ്. അപ്പോൾ ബൈ, നാളെ കാണാം.